friends, welcome to CMED Online Academy. In the number IMS Pharmacist Grade 2 exam, that is category number 531/2022 in the question discussion second part ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതായത് 51 മുതൽ 100 വരെയുള്ള questions ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് 51 മുതൽ 60 വരെയുള്ള questions pharmacology related questions ആണ്. So first 51, that is weight gain can be a side effect of the following anticonvulsant drug. Option A carbamazepine, option B phenytoin, option C valproic acid and option D ethosuximide. So weight gain നമ്മുടെ valproic acid ന്റെ മെയിൻ ആയിട്ടുള്ള weight gain ഉണ്ടാക്കുന്ന ഒരു ഡ്രഗ് ആണ് അല്ലേ, മെയിൻലി weight gain ഉണ്ടാക്കുന്ന ഒരു ഡ്രഗ് ആണ് valproic acid, and so we have what option C valproic acid. Okay, നമ്മൾ ഓൾറെഡി അത് പഠിച്ചതാണ്. ഇനി 52, dipivefrin is a option A epinephrine ester, option B anti-anginal agent, option C opioid analgesic and option D anti-muscarinic drug. So അപ്പോൾ dipivefrin എന്ന് പറയുന്നത് എന്തിന്റെ പ്രോഡ്രഗ് ആണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലേ. ഗ്ലൂക്കോമയുടെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു dipivefrin is the prodrug of adrenaline and that is hydrolyzed by the esterases, and so we have the answer option A epinephrine ester. Next question 53, that is timolol has the following features except option A non-subtype selective beta antagonist, option B no intrinsic sympathomimetic action, option C no membrane stabilizing activity and option D selective beta adrenergic antagonist. Okay, so അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ടിമലോളുമായിട്ട് റിലേറ്റ് ചെയ്യാത്ത ഫീച്ചർ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഒറ്റയടിക്ക് തന്നെ എഴുതാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ ഇത്. ടിമലോള് ഏത് കാറ്റഗറിയിലാണ് വരിക? നമ്മൾ ടിമലോൾ എവിടെയാ പഠിക്കുന്നത്? നോൺ സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കർ ആണ് അല്ലെ ടിമലോള്. സെലക്റ്റീവ്, അപ്പോൾ നമുക്ക് ഇവിടെ ഓപ്ഷൻസിൽ എന്താണ് വരുന്നത്? ഇവിടെ ഓരോ ഓപ്ഷൻ എന്താണ്? ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി എ സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കർ അല്ലെ. അപ്പൊ അത് നമുക്ക് കണ്ടുപാടെ തന്നെ എഴുതാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് നോട്ട് സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കർ അല്ലെ, ഇറ്റ് ഈസ് നോൺ സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കർ ആണ്. അത് കറക്റ്റ് ആണ്, പക്ഷെ ഇത് റോങ് ആണ്. ഓക്കെ, സെലക്റ്റീവ് ബീറ്റ ബ്ലോക്കേഴ്സ് നമ്മൾ എന്ത് പറഞ്ഞു? ഭാമ എന്ന് പറയുന്ന ഒരു കോഡൊക്കെ വെച്ച് പഠിച്ചു അല്ലെ. അപ്പൊ അതില് നമുക്ക് ആരില്ല? ഭാമ എന്ന് പറയുന്ന ഒരു കോഡ് വെച്ചൊക്കെ പഠിച്ചു. അപ്പൊ അതിൽ ആരില്ല? നമുക്ക് ടിമലോൾ ഇല്ല. സോ വി ഹാവ് ദ ആൻസർ ഓപ്ഷൻ ഡി. Next 54, therapeutic index of a digitalis is option A low, option B high, option C safe and option D moderate. ഈ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചതാണ് അല്ലെ. ലോ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഡ്രഗ്സിനെ നമ്മൾ എങ്ങനെ പഠിച്ചു? കോഡ് വെച്ചിട്ട് എ ഡ്രഗ് പൊസസിംഗ് ലോ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് എന്ന് തന്നെ പഠിച്ചു അല്ലെ. അപ്പൊ അതിൽ നമുക്ക് എന്തുണ്ട്? ഡിജിറ്റാലിസ് ഉണ്ട്. സോ വി ഹാവ് ദ ആൻസർ ഓപ്ഷൻ എ, ഇറ്റ്സ് ലോ. Next question, sulfonamides are not effective in the presence of pus because they are rich in option A folic acid, option B purine, option C tetrahydrofolic acid and option D PABA. So അപ്പോ സൾഫണമൈഡ്സ് നമുക്ക് പസ് ഉള്ള കേസസിൽ സൾഫണമൈഡ്സ് എഫക്റ്റീവ് അല്ല. കാരണം എന്താണ്? പാപ കൂടുതലായിരിക്കും. അപ്പൊ അത് കാരണം എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സൾഫണമൈഡ്സിന്റെ ആക്ഷൻ അധികം കിട്ടത്തില്ല. സോ വി കനോട്ട് യൂസ് സൾഫണമൈഡ്സ് ഇൻ ദ കേസ് ഓഫ് വാട്ടർ പസ്. Next 56, diacetyl morphine is option A meperidine, option B heroin, option C folpidine and option D tramadol. Diacetyl morphine ആണ്. സോ അത് നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. diacetyl morphine എന്താണ്? ഹെറോയിൻ ആണ് അല്ലേ. സോ വി ഹാവ് ദ ആൻസർ ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് ഹെറോയിൻ. ഓക്കെ. Next 57, which endogenous substance depletion potentiates paracetamol toxicity? അതായത് പാരസെറ്റമോൾ ടോക്സിസിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ടിന്റെ കുറവ് കാരണം എന്ത് ചെയ്യുന്നുണ്ട്? പാരസെറ്റമോൾ ടോക്സിസിറ്റി ഉണ്ടാവുന്നുണ്ട്. ഇതല്ലേ ഈ ക്വസ്റ്റ്യന്റെ അർത്ഥം. അപ്പോ എന്താണ് ആ ഒരു കോമ്പൗണ്ട്? ഓപ്ഷൻ എ ഗ്ലൂക്കറോണിക് ആസിഡ്, ഓപ്ഷൻ ബി ഗ്ലൂട്ടതയോൺ, ഓപ്ഷൻ സി N-acetylcysteine ആൻഡ് ഓപ്ഷൻ ഡി അമിനോ ആസിഡ്. വെരി സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു എന്തുകൊണ്ടാണ് ഹൈ ഡോസ് പാരസെറ്റമോൾ എത്തുമ്പോൾ ഹെപ്പാറ്റോടോക്സിക് ആകുന്നത്. ഏത് കോമ്പൗണ്ട് ആണെന്ന് പഠിച്ചു. അതിനെ മറികടക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ആരാണ്? ഗ്ലൂട്ടതയോൺ ആണ് അല്ലെ. ഗ്ലൂട്ടതയോൺ കോൺജുഗേഷൻ ആണ് ഈ ടോക്സിക് പ്രോഡക്റ്റിനെ പുറത്തേക്ക് കളയാനായിട്ട് സഹായിക്കുന്നത്. അപ്പൊ പാരസെറ്റമോളിന്റെ എമൗണ്ട് കൂടുമ്പോൾ എന്തില്ല? അത്രത്തോളം ഗ്ലൂട്ടതയോൺ ബോഡിയിൽ ഇല്ല. സോ അതുകൊണ്ടാണ് എന്തുണ്ടാവുന്നത്? പാരസെറ്റമോൾ ടോക്സിസിറ്റി അഥവാ ഹെപ്പാറ്റോ ടോക്സിസിറ്റി ഉണ്ടാവുന്നത്. സോ വി ഹാവ് ദ ആൻസർ ഓപ്ഷൻ ബി, ഗ്ലൂട്ടതയോൺ. ഓക്കെ. Next question, select the long-acting semi-synthetic tetracycline. Option A demiclocycline, option B chlortetracycline, option C minocycline and option D oxytetracycline. So ഇവിടെ എന്താണ്? ലോങ് ആക്ടിംഗ് ആയിട്ടുള്ള ടെട്രാസൈക്ലിൻ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ലോങ് ആക്ടിംഗിൽ വരുന്നതാണ് ഡോക്സിസൈക്ലിൻ, മിനോസൈക്ലിൻ. അപ്പൊ അതിൽ നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് ആരുണ്ട്? മിനോസൈക്ലിൻ ഉണ്ട്. സോ വി ഹാവ് ദ ആൻസർ ഓപ്ഷൻ സി.
Next question, doxaprom is option A anticonvulsant, option B psychomotor stimulant, and option C nootropics, and D respiratory stimulant. ഒറ്റ ഡ്രഗേ നമുക്ക് റെസ്പിറേറ്ററി സ്റ്റിമുലന്റിൽ പഠിക്കാനുണ്ടായിരുന്നുള്ളൂ, ആൻഡ് ദാറ്റ് ഇസ് വാട്ട് ഇസ് ഡോക്സപ്രാം അല്ലേ. നമ്മൾ ഓൾറെഡി കവർ ചെയ്തതാണത്. അനാലിപ്റ്റിക് സെക്ഷനാണ് നമുക്ക് റെസ്പിറേറ്ററി സ്റ്റിമുലന്റ് എന്ന് പറയുന്നത്. അതിൽ വരുന്ന ഒരു ഡ്രഗ് ആണ് ഇത് ഡോക്സപ്രാം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 60. Which of the following is not an IV anesthetic? Option A sevoflurane, option B force propofol, option C fentanyl, and option D ketamine. അപ്പോ നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? നോട്ട് ആൻ IV anesthetic എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമ്മൾ ആ ക്ലാസിഫിക്കേഷൻ വ്യക്തമായിട്ട് പഠിച്ചതാണ് അല്ലേ. അപ്പൊ അതില് IV anestheticലാണ് ഫെന്റനൈലും കെറ്റമീനും ഒക്കെ വരുന്നത്, പ്രൊപ്പഫോളും വരുന്നത് IV anestheticലാണ്. പക്ഷേ സെവോഫ്ലൂറൈൻ വരുന്നത് നമുക്ക് എന്താണ്? നമുക്ക് ഇൻഹലേഷണൽ റൂട്ടിലാണ് അല്ലെ. സോ വി ഹാവ് ദ ആൻസർ ഓപ്ഷൻ എ സെവോഫ്ലൂറൈൻ. ഓക്കെ, അപ്പൊ അതുവരെയായിരുന്നു ഫാർമക്കോളജി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് സെക്ഷൻ 61 മുതൽ 70 വരെ ജൂറിസിന്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പൊ അത് നോക്കാം. The life period of a polio vaccine when stored at -20 degrees Celsius is option A 12 months, option B 24 months, option C 6 months, and option D 3 months. സോ അപ്പോ ഇതെന്ന് പറയുന്നത് നമുക്ക് ഷെഡ്യൂൾ പി എന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ലൈഫ് പീരീഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഷെഡ്യൂൾ പി എന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. ഷെഡ്യൂൾ പിയിൽ നമുക്ക് ഒരുപാട് ഡ്രഗ്സിൻ്റെതും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ നമുക്ക് വരുന്നതാണ് പോളിയോ വാക്സിൻ. പോളിയോ വാക്സിൻ -20 ഡിഗ്രി സെൽഷ്യസിലാണെന്നുണ്ടെങ്കിൽ 24 മന്ത്സ് ആണ് അതിന്റെ എക്സ്പയറി വരുന്നത്. 0 ഡിഗ്രി സെൽഷ്യസിലാണെന്നുണ്ടെങ്കിൽ 6 മന്ത്സും 4 ഡിഗ്രി സെൽഷ്യസിലാണെന്നുണ്ടെങ്കിൽ 3 മന്ത്സും. ഓക്കെ, അപ്പോൾ ആ സ്പെസിഫിക് ടെമ്പറേച്ചർ വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിരുന്നത്. സോ വി ഹാവ് ദ ആൻസർ ഓപ്ഷൻ ഡി, ദാറ്റ് ഈസ് 24 months. ദെൻ നെക്സ്റ്റ് വരുന്നത് 62. ആസ് പെർ DNC ആക്ട്, cool place means place having a temperature between option A 10 degrees Celsius and 25 degrees Celsius, option B 8 degrees Celsius and 25 degrees Celsius, option C less than 25 degrees Celsius, and option D not exceeding 30 degrees Celsius. അപ്പോ ഇവിടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ആസ് പെർ DNC ആക്ട് എന്ന് പറഞ്ഞ് സ്പെസിഫൈ ചെയ്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. സാധാരണ നമ്മൾ കൂൾ പ്ലേസ് എന്ന് പറയുമ്പോൾ കൂൾ പ്ലേസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കോൾഡ് 2 to 8 കൂൾ 8 to 25 എന്ന് പറയുന്നത് എന്തിന്റെ ബേസിസിലാണ്? IP പറഞ്ഞിരിക്കുന്ന ടെമ്പറേച്ചർ പ്രകാരം കോൾഡ് പ്ലേസ് എന്ന് പറയുന്നത് 8 to 25, USP ആണെന്നുണ്ടെങ്കിൽ 8 to 15. പക്ഷെ ഇവിടെ സ്പെസിഫൈ ചെയ്തേക്കുന്നത് DNC ആക്ടില് എത്രയാണ് ടെമ്പറേച്ചർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ DNC ആക്ടിൽ പറഞ്ഞിരിക്കുന്ന കൂൾ പ്ലേസ് എന്ന് പറയുന്നത് 10 to 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ കോൾഡ് പ്ലേസ് ആണെങ്കിൽ അപ് ടു 8 ഡിഗ്രി സെൽഷ്യസ്, കൂൾ പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ 10 to 25 ഡിഗ്രി സെൽഷ്യസ് ആണ് DNC ആക്ട് പ്രകാരം പറഞ്ഞിരിക്കുന്നത്. സോ വി ഹാവ് ദ ആൻസർ ഓപ്ഷൻ എ, ദാറ്റ് ഈസ് 10 to 25 ഡിഗ്രി സെൽഷ്യസ്. വെറുതെ നമുക്ക് കൂൾ പ്ലേസ് എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാലൊക്കെ എന്താണ് IP പ്രകാരമുള്ള ടെമ്പറേച്ചർ ആണ് നമ്മൾ എഴുതുക, ദാറ്റ് ഈസ് 8 to 25 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, പക്ഷെ ഇവിടെ സ്പെസിഫൈ ചെയ്ത് DNC ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ആൻസർ ഓപ്ഷൻ എ 10 to 25 ഡിഗ്രി സെൽഷ്യസ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the flowering or fruiting tops of the cannabis plant excluding the seeds and leaves when not accompanied by the tops by whatever name they may be known or designated is known as. വേറൊന്നുമില്ല, ഫ്ലവറിംഗ് ആൻഡ് ഫ്രൂട്ടിംഗ് ടോപ്പ് ഓഫ് കനാബിസ് പ്ലാന്റിനെ എന്താണ് പറയുക? ഓപ്ഷൻ എ ചെറസ്, ഓപ്ഷൻ ബി പോപ്പി, ഓപ്ഷൻ സി ഗാഞ്ച, ആൻഡ് ഓപ്ഷൻ സി എർത്രോസൈലം. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫ്ലവറിംഗ് ആൻഡ് ഫ്രൂട്ടിംഗ് ടോപ്സ് എന്ന് പറയുന്നത് എന്താണ്? ഗഞ്ച അല്ലെ. അപ്പൊ കഞ്ചാവിനെയാണ് പറയുന്നത്. സോ വി ഹാവ് വാട്ട് ഓപ്ഷൻ സി, ദാറ്റ് ഈസ് ഗഞ്ച. Then next question, who among the following is not the member of Central Council or the Pharmacy Council of India? Option A representative of a UGC, option B representative of AICT, option C representative of ICMR, and option D Director General of Health Services. വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. നമുക്ക് കോമ്പോസിഷൻ പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആരൊക്കെ വരുന്നുണ്ട്? ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ് വരുന്നുണ്ട്, അതേപോലെ തന്നെ AICT UGC മെമ്പേഴ്സ് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ICMRന്റെ മെമ്പർ വരുന്നില്ല അല്ലെ. സോ വി ഹാവ് ദ ആൻസർ ഓപ്ഷൻ സി, റെപ്രസെന്റേറ്റീവ് ഓഫ് Indian Council of Medical Research. Then 65, if the label or container bears the name of an individual or company purporting to be the manufacturer of the drug, which individual or company is found to be fictitious or does not exist, it belongs to.
Option A, misbranded drug. Option B, adulterated drug. Option C, spurious drug. And option D, all of the above. ഇത് നമ്മുടെ ലൈവ് ക്ലാസ്സിലും നമ്മൾ ഡിസ്റ്റിങ് ചെയ്ത് പഠിച്ച കാര്യമാണ് അല്ലേ. സോ വി ഹാവ് ദ ആൻസർ സ്പ്യൂരിയസ് ഡ്രഗ് അല്ലെ. സ്പ്യൂരിയസ് ഡ്രഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫിക്ഷ്യസ് ആയിട്ടുള്ള ഒരു കമ്പനി അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യാത്തതിന്റെ പേരിൽ ഇറക്കുന്നതാണ് അല്ലെ. സോ വി ഹാവ് ദ ആൻസർ ഓപ്ഷൻ സി, സ്പ്യൂരിയസ് ഡ്രഗ്. Next question, 66. The nominated member of a Pharmacy Council of India shall hold office for a term of how many years from the date of his? Option 1, 5 years. Option 2, 3 years. Option 3, 6 years. And option 4, until his successor has been duly nominated. അപ്പോൾ ഇത് നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഒരു അസർഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സോ അപ്പോൾ ഇവിടെ നമുക്ക് വീണ്ടും ഓപ്ഷൻസ് വരുന്നുണ്ട്. എ എന്ന് പറയുന്നത് only 1 is correct. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് 1 and 4 is correct. And C എന്ന് പറയുന്നത് 2 and 4 is correct. And option D എന്ന് പറയുന്നത് 3 and 4 is correct. Okay. അപ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻ, അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ടേം എന്ന് പറയുന്നത് എത്രയാണ്? 5 years ആണ് അല്ലെ. അപ്പൊ നോമിനേറ്റഡ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ 5 years അല്ലെങ്കിൽ അടുത്ത ആൾ വരുന്നത് വരെ. സോ വി ഹാവ് ദ ആൻസർ ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് 5 years as well as what or else until his successor has been duly nominated. Okay. Then 67. Which among the following conditions in which their advertisements are prohibited? Option A, Bright's disease and dropsy. Option B, cataract and deafness. Option C, insanity and lupus. And option D, all of the above. എന്താണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്? ഏതൊക്കെ കണ്ടീഷൻസിലാണ് അഡ്വർടൈസ്മെന്റ്സ് പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ളത് എന്നുള്ളത്. അപ്പൊ അത് നമ്മൾ ഓൾറെഡി പഠിക്കുന്നുണ്ട് അല്ലേ. നമ്മളിവിടെ ഓൾറെഡി പഠിച്ചു അല്ലെ, ഏതൊക്കെ ഡിസീസസിൻ്റെതാണ് അഡ്വർടൈസ്മെന്റ് പ്രൊഹിബിറ്റഡ് എന്നുള്ളത് നമ്മൾ ആക്ടും റൂളും വെച്ചിട്ട് നമ്മൾ പറഞ്ഞതാണ് അല്ലെ. ഡ്രഗ് ആൻഡ് മാജിക് റെമഡീസ് ആക്ടിന്റെ ഷെഡ്യൂളിൽ ഏതൊക്കെ വരുന്നുണ്ട്, റൂളിന്റെ ഷെഡ്യൂളിൽ ഏതൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് ഡിസ്റ്റിങ്വിഷ് ചെയ്ത് തന്നെ പഠിച്ചതാണ്. അപ്പൊ അതിൽ ചോദിച്ചതാണ് ബ്രൈറ്റ്സ് ഡിസീസ്, ഡെഫ്നെസ്, അതുപോലെ തന്നെ ഇൻസാനിറ്റി. ഓക്കെ, സോ വി ഹാവ് ദ ആൻസർ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബവ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 68. That is, any product of opium by any series of operations designed to transform opium and extract suitable for smoking and the dross or the other residue remaining after opium is smoked is. After opium smoked is. Option A, prepared opium. Option B, medicinal opium. Option C, semi-synthetic opium. And option D, poppy straw concentrate. അപ്പൊ ഇത് വലിയൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നുമെങ്കിലും വേറൊന്നുമില്ല, ട്രാൻസ്ഫോം ദ ഒപ്പിയം ഇൻ ടു വാട്ട് സ്യൂട്ടബിൾ ഫോർ സ്മോക്കിംഗ് അല്ലെ. സോ അത്രയേ ഉള്ളൂ. ആ ഒരു ടേമിൽ നിന്ന് തന്നെ നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. എന്താണത്? നമ്മൾ ഓൾറെഡി പഠിച്ചു. പ്രിപ്പയർഡ് ഓപ്പിയം എന്ന് പറയുന്നതാണ് എന്ത്? ഒപ്പിയം ട്രാൻസ്ഫോംഡ് സ്യൂട്ടബിൾ ഫോർ സ്മോക്കിംഗ്. സോ വി ഹാവ് ദ ആൻസർ ഓപ്ഷൻ എ, പ്രിപ്പയർഡ് ഓപ്പിയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പാക്ക് സൈസ് ഓഫ് ആൽബൻഡസോൾ സസ്പെൻഷൻ. ഓപ്ഷൻ എ 5 ml, ഓപ്ഷൻ ബി 10 ml, ഓപ്ഷൻ സി 15 ml ആൻഡ് ഓപ്ഷൻ ഡി 30 ml. സോ അപ്പൊ പാക്ക് സൈസ് വരുന്നത് ഷെഡ്യൂൾ P1 അല്ലെ. ഷെഡ്യൂൾ P1 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡ്രഗ്സിന്റെ പാക്ക് സൈസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതില് എന്താ പറയാ, ആൽബൻഡസോൾ സസ്പെൻഷൻ ആണ് ചോദിച്ചിരുന്നത്. അത് എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. കുട്ടികൾ വീട്ടിലില്ലാത്ത ആരും കാണത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കണ്ടിട്ടുണ്ടാവും. ആൽബൻഡസോൾ സസ്പെൻഷൻ 10 ml പാക്കിലാണ് വരുന്നത് അല്ലെ. സോ വി ഹാവ് ദ ആൻസർ ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് 10 ml. Next is 70. Application for the grant of a license to sell, stock, exhibit or offer for sale or distribute drugs other than those specified in Schedule X. Other than those specified in Schedule X ന്റെ സെയിലിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ആപ്ലിക്കേഷൻ നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. സോ വി ഹാവ് വാട്ട്, നമ്മൾ ഓൾറെഡി അത് കവർ ചെയ്തു. എന്താണ്? ഫോം 19. സോ വി ഹാവ് ദ ആൻസർ ഫോം 19, ഓപ്ഷൻ എ. The next question 71. ഇനി 71 മുതൽ ബാക്കിയുള്ള 3 സെക്ഷൻസ് ആയിട്ട്, അതായത് നമുക്ക് ഡ്രഗ് സ്റ്റോർ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ്, പിന്നെ ഹോസ്പിറ്റല്, പിന്നെ ക്ലിനിക്കൽ, അങ്ങനെ 3 സെക്ഷൻസ് ആയിട്ടാണ് ബാക്കി ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ അതിൽ 71ാമത്തെ ക്വസ്റ്റ്യൻ, ദ അപ്സർജ് ഇൻ പ്രൈസസ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇസ് കോൾഡ്. ഓപ്ഷൻ എ ഇൻഫ്ലേഷൻ, ഓപ്ഷൻ ബി ഡിഫ്ലേഷൻ, ഓപ്ഷൻ സി ഡിപ്രഷൻ ആൻഡ് ഓപ്ഷൻ ഡി റിഫ്ലേഷൻ. സോ അപ്പോൾ ഇതൊരു അർത്ഥം വെച്ച് തന്നെ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ടേം ആണ്. അർത്ഥം വെച്ച് തന്നെ എഴുതാവുന്നതേ ഉള്ളൂ. അപ്സർജ് എന്ന് വെച്ചാൽ എന്താണ്? ഇൻക്രീസ് അല്ലെ. സോ ദ ഇൻക്രീസ് ഇൻ പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറയുന്ന പേരെന്താ? പണപ്പെരുപ്പം. പണപ്പെരുപ്പത്തിന് ഇംഗ്ലീഷിൽ പറയുന്നത് എന്താണ്? ഇൻഫ്ലേഷൻ അല്ലെ. നമ്മൾ എപ്പോഴും പത്രത്തിൽ കാണുന്ന ഒരു വാക്കാണ്. സോ അപ്പൊ അതുകൊണ്ട് ഇൻഫ്ലേഷൻ അല്ലെ. ഓപ്ഷൻ എ ഇൻഫ്ലേഷൻ ആണ് പണപ്പെരുപ്പം. ഇനി ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫ്ലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നേരെ ചുരുക്കമാണ്, നേരെ ഓപ്പോസിറ്റ് ആണ്. ദാറ്റ് ഇസ് പണച്ചുരുക്കം. ഓക്കെ, സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് ഡിഫ്ലേഷൻ.
ഇനി നെക്സ്റ്റ് വരുന്നത് റിഫ്ലേഷൻ. റിഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിഫ്ലേഷനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് സ്വീകരിക്കുന്ന നോംസ് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിഫ്ലേഷൻ എന്ന് പറയുന്ന ടേമുമായിട്ട് യൂസ് ചെയ്ത് വരുന്നത്. ഇനി ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ മാന്ദ്യം. എക്കണോമിയിൽ മാന്ദ്യത്തിനെയാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊന്നും വേണ്ട, നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം. സോ വി ഹാവ് ദ ആൻസർ, ദ ഇൻക്രീസ് ഇൻ പ്രൈസസ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇസ് കോൾഡ് ആസ് വാട്ട്? ഓപ്ഷൻ എ, ഇൻഫ്ലേഷൻ. Next question, which among the following comes under current liability? Option A, bond, option B, debenture, option C, capital and option D, bank OD. അതായത് നമുക്ക് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബാധ്യതയാണ് അല്ലെ. അപ്പൊ ബാധ്യത രണ്ട് രീതിയിൽ ഉണ്ടാക്കാം. ഒരുപാട് സമയം എടുത്ത് കവർ ചെയ്താലും മതി. മറ്റത് എന്താണ്? ഷോർട്ട് ടൈം ലയബിലിറ്റി അഥവാ കറണ്ട് ലയബിലിറ്റി എന്ന് പറയും. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ബാങ്ക് ഓഡി എന്താണ്? ബാങ്ക് ഓഡി എന്ന് പറയുന്നത് എന്താണ്? കറന്റ്ലി നമുക്ക് എന്താ പറയാ, അക്കൗണ്ടിൽ പൈസ ഇല്ല എന്നുണ്ടെങ്കിലും അവർക്ക് കടമെടുക്കാൻ പറ്റുന്നതാണ് അല്ലെ. ഒരു നിശ്ചിത തുക അവർക്ക് മുൻകൂട്ടി കടമെടുക്കാം. അപ്പോൾ അതെന്ന് പറയുന്നത് എന്തായിരിക്കണം? കുറച്ച് സമയമല്ലേ ഉള്ളൂ. ഒരു സ്പെസിഫിക് അക്കൗണ്ടിങ് പീരീഡ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ അവർ നിശ്ചയിക്കുന്ന ടൈം പീരീഡിനുള്ളിൽ അത് കവർ ചെയ്ത് കൊടുക്കേണ്ട ഒരു ലയബിലിറ്റിയാണ്. സോ അപ്പോൾ ദാറ്റ് ഇസ് ഫൗണ്ട് ടു ബി എ ഷോർട്ട് ടേം ലയബിലിറ്റി അല്ലെ. സോ ദാറ്റ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് എ കറന്റ് ലയബിലിറ്റി. ഓക്കെ, അപ്പോൾ വി ഹാവ് ദ ആൻസർ ഓപ്ഷൻ ഡി, ബാങ്ക് അക്കൗണ്ട്. ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ കടപ്പത്രമാണ് അല്ലെ. കടപ്പത്രം എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ആയിട്ടുള്ളതാണ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, പെട്ടെന്ന് ഒരു ഷോർട്ട് ടേം പീരീഡിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. സോ ദാറ്റ് ഇസ് ദ കറന്റ് ലയബിലിറ്റി. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഓപ്ഷൻ 73, incentives are a part of option A, consumer promotion, option B, trade promotion, option C, good public relations and option D, sales force promotion. സോ അപ്പോൾ ഇൻസെന്റീവ്സ് എന്ന് പറയുന്നത് നമ്മൾ നൽകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഓൾ ഇൻ ഓൾ ആയിട്ട് കച്ചവടം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇൻസെന്റീവ്സ് കൊടുക്കുക അല്ലെ. സോ വി ഹാവ് ഓപ്ഷൻ ബി, ട്രേഡ് പ്രൊമോഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് among the following is a constraint of sole proprietorship? Option A, no sharing of profit and loss. Option B, single ownership. Option C, less legal formalities. And option D, infinite liability. കൺസ്ട്രെയിന്റ് എന്തെന്നാണ് ചോദ്യം. അതായത് തടസ്സം അല്ലെങ്കിൽ ഒരു ഡീമെറിറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ ഒരു ഡീമെറിറ്റ് ആയിട്ട് പറയുന്നത് എന്താണ് എന്നാണ്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു. എന്താണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്? വൺ മാൻ ബിസിനസ് ആണ് അല്ലെ, ഒരേ ഒരാൾ നടത്തുന്നതാണ്. അപ്പോൾ അതിൽ എന്ത് പ്രോഫിറ്റ് വന്നിരുന്നാലും എന്ത് നഷ്ടം വന്നിരുന്നാലും അയാളാണ് ഗെയിൻ ചെയ്യുന്നത്. അപ്പൊ പ്രോഫിറ്റ് വരുന്നത് അയാൾക്കൊരു മെറിറ്റ് ആണ്. പക്ഷെ എത്ര ലയബിലിറ്റി വന്നിരുന്നാലും എന്താണ്, ഹി ഈസ് ദ ഓൺലി വൺ പേഴ്സൺ ഹു ഈസ് റെസ്പോൺസിബിൾ ടു മീറ്റ് ദാറ്റ് ലയബിലിറ്റി അല്ലെ. സോ അപ്പൊ അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു കൺസ്ട്രെയിന്റ് എന്ന് പറയുന്നത് അല്ലെ. സോ വി ഹാവ് വാട്ട്? ഓപ്ഷൻ ഡി, ദാറ്റ് ഇസ് ഇൻഫിനിറ്റ് ലയബിലിറ്റി. ഇനി 75ാമത്തെ ക്വസ്റ്റ്യൻ, request indicator refers to option A, lead time, option B, delivery time, option C, reorder level and option D, consumption level. സോ അപ്പോൾ റിക്വസ്റ്റ് ഇൻഡിക്കേറ്റർ ആണ്. റിക്വസ്റ്റ് ഇൻഡിക്കേറ്റർ അപ്പൊ ഈ വാക്കിൽ നിന്നിട്ട് നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ടാവും. റിക്വസ്റ്റ് ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പോൾ ലീഡ് ടൈം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ലീഡ് ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. നമ്മൾ ഇവിടെ നിന്ന് ഓർഡർ ചെയ്യാൻ എടുക്കുന്ന സമയം മുതൽ സാധനം ഡെലിവറായി തിരിച്ചു വരുന്ന സപ്ലൈ ചെയ്ത് കിട്ടാൻ വരുന്ന സമയം വരെ നമുക്ക് ലീഡ് ടൈം ആണ്. ഇനി ഡെലിവറി ടൈം എന്ന് പറയുമ്പോൾ എന്താണ്? ഓർഡർ അവിടെ പ്ലേസ് ചെയ്തു, പക്ഷെ അവിടെ നിന്ന് നമുക്ക് സാധനം ഡെലിവേർഡ് ആയി കിട്ടാനുള്ള സമയം, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡെലിവറി ടൈം എന്ന് പറയുന്നത്. ഇനി റീഓർഡർ ലെവൽ എന്ന് പറയുമ്പോൾ നമ്മൾ അത് ഓൾറെഡി പഠിച്ചു. ഒരു മാക്സിമം സ്റ്റോക്കും കാണും, മിനിമം സ്റ്റോക്കും അല്ലെ. അതാണ് നമ്മുടെ ഇൻവെന്ററി വരുന്നത്. അപ്പൊ മാക്സിമം സ്റ്റോക്ക് ഉണ്ട്, പിന്നെ ഒരു ഏറ്റവും താഴത്തേക്ക് പോകുന്നത് മിനിമം സ്റ്റോക്ക്. അപ്പൊ ഈ മിനിമം സ്റ്റോക്കിന് കുറച്ച് മുന്നേ തന്നെ നമുക്ക് വേറൊരു ലെവലുണ്ട്. ദാറ്റ് ഇസ് വാട്ട് ഇസ് റീഓർഡർ ലെവൽ അല്ലെ. ഒരു സേഫ്റ്റി സ്റ്റോക്ക് കീപ്പ് ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ ഈ സേഫ്റ്റി സ്റ്റോക്ക് കീപ്പ് ചെയ്തുകൊണ്ട് ആ ലെവൽ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത ഓർഡറിനുള്ള റിക്വസ്റ്റ് കൊടുക്കണം അല്ലെ. സോ ദാറ്റ് ഈസ് വാട്ട് ഇസ് റീഓർഡർ ലെവൽ. പിന്നെ ഓപ്ഷൻ ഡി, കൺസംഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ എത്ര കൺസംഷൻ നടക്കുന്നു എന്നുള്ളതാണ്. സോ അപ്പോ വി ഹാവ് വാട്ട്? റിക്വസ്റ്റ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് എന്താണ് വരുന്നത്? ഓപ്ഷൻ സി, റീഓർഡർ ലെവൽ. Next question, the term capital refers to option A, asset minus liability, option B, asset minus credit, option C, asset minus debenture and option D, asset minus merchandise. സോ ക്യാപിറ്റൽ അതൊരു വളരെ സിമ്പിൾ ആയ അക്കൗണ്ടൻസിയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? ആസ്തി മൈനസ് ലയബിലിറ്റി അഥവാ എന്താണ് പിന്നെ ലയബിലിറ്റി അല്ലെങ്കിൽ അതിന്റെ മലയാളം എന്തായിരുന്നു? നമുക്ക് എന്താ ബാധ്യത. ഓക്കെ, സോ അപ്പോ ആസ്തി മൈനസ് ബാധ്യതയാണ് ക്യാപിറ്റൽ അഥവാ മൂലധനം എന്നുള്ളത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. അതായത് ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ലയബിലിറ്റി. ഓക്കെ, സോ വി ഹാവ് വാട്ട്? ദ ടേം ക്യാപിറ്റൽ റെഫേഴ്സ് ടു വാട്ട്? അസറ്റ് മൈനസ് ലയബിലിറ്റി. ഓക്കെ, അതായത് നമുക്കൊരു ഇക്വേഷൻ നമുക്ക് സാധാരണ പറയുന്നത് എന്താണ്? അസറ്റ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി ആണ്.
അസറ്റ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി ആണ്. അപ്പൊ അതിൽ നിന്നാണ് നമുക്ക് എന്ത് വരുന്നത്, ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ലയബിലിറ്റി ആവുന്നത്. ഓക്കെ, സോ അപ്പൊ അതാണ് ഇക്വേഷൻ വരുന്നത്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് അസറ്റ് മൈനസ് ലയബിലിറ്റി. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 77. AIL interrupter is a part of. Okay, AIL interrupter. Option A, market research. Option B, sales promotion. Option C, consumer protection. And option D, pharmaceutical care. AIL interrupter. AIL interrupter അല്ലെങ്കിൽ AIL ബ്ലോക്കർ എന്നൊക്കെ പറയും. AIL എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഇടനാഴി എന്നാണ് അർത്ഥം AIL. അപ്പൊ ഇവിടെ AIL ബ്ലോക്കർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എന്താ പറയാ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ രണ്ട് സൈഡിലും ഷെൽഫിൽ സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരിക്കും അല്ലെ, അതിന്റെ ഇടയിൽ ഒരു ഇടനാഴിയായിട്ടാണ് നമ്മൾ നടന്ന് സാധനങ്ങൾ പിക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും, നമ്മുടെ ഒന്ന് ബ്ലോക്ക് ചെയ്യുന്ന, ഒരു ടെമ്പററി ബ്ലോക്ക് ചെയ്യുന്ന രീതിക്ക് ചില ബോർഡും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ അവിടത്തേക്ക് പെട്ടെന്ന് നമ്മളെ കണ്ണ് അട്രാക്റ്റഡ് ആവും അല്ലെ. അപ്പോൾ സെയിൽസ് പ്രൊമോഷന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള AIL interrupters യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ വി ഹാവ് വാട്ട് the answer option B, that is sales promotion. Okay, AIL interrupter is a part of sales promotion. Next question, which among the following committee was constituted by Government of India to rationalize the price structure of drugs? Option A, Hadi Committee. Option B, Chopra Committee. Option C, Dharia Committee. And option D, C. Rao Committee. സോ അപ്പോൾ പ്രൈസ് സ്ട്രക്ചറിനായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, നമ്മുടെ ഡ്രഗ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ക്വാളിറ്റി കൺട്രോൾ, പ്രൈസ് സ്ട്രക്ചർ, അതേപോലെ തന്നെ ഇമ്പോർട്ട് എല്ലാത്തിനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു കമ്മിറ്റിയാണ് ഹാദി കമ്മിറ്റി. സോ അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു, ഹാദി കമ്മിറ്റി എന്ന് പറയുന്നത് നമ്മൾ കമ്മിറ്റിയാണ് റെക്കമെൻഡ് ചെയ്തത് അല്ലെ. ഹോസ്പിറ്റൽസിൽ IV മാനുഫാക്ചറിങ് യൂണിറ്റ് വേണമെന്നൊക്കെ റെക്കമെൻഡ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്, ബിക്കോസ് പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോഴത്തേക്കും ചൂഷണം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാനുഫാക്ചറിങ് യൂണിറ്റ് ഹോസ്പിറ്റൽസിൽ വേണം എന്നൊക്കെ, IV യൂണിറ്റ് വേണമെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അതാണ് ഓപ്ഷൻ A, that is Hadi Committee. Okay, so we have the answer option A, Hadi Committee. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, when a given event affects both revenue and expenses, the effect on each should be recognized in the same period is a part of. ഇത് അക്കൗണ്ടൻസിയിൽ 11 കൺസെപ്റ്റുകളുണ്ട്, അതിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അപ്പോൾ ആദ്യം നമുക്ക് ഈ കൺസെപ്റ്റ് എല്ലാം ഈ 4 കൺസെപ്റ്റ് ഒന്ന് പറയാം, എന്നിട്ട് ഇതെടുത്ത് പറയാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി കൺസെപ്റ്റ്. കൺസിസ്റ്റൻസി കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടൻസിയിൽ അവർ ഫോളോ ചെയ്യുന്ന മെത്തേഡ് ഏതാണോ അത് തന്നെ ആയിരിക്കണം അവർ കൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ആ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുക. ഓക്കെ, സ്ഥിരത. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ എ, കൺസിസ്റ്റൻസി കൺസെപ്റ്റ്. ഇനി ഓപ്ഷൻ ബി, അക്രൂവൽ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്ന ആ സമയത്ത് തന്നെ അതിനെ നോട്ട് ചെയ്യണമെന്ന് പറയുന്നതാണ് അക്രൂവൽ കൺസെപ്റ്റ്. ഇനി ഓപ്ഷൻ സി എന്ന് പറയുന്നത് മാച്ചിങ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു എന്താ പറയാ, ഒരു റവന്യൂ അല്ലെങ്കിൽ ഒരു ഇൻകം അല്ലെങ്കിൽ ഒരു എക്സ്പെൻസ്, അത് ഒരു ഇൻകം ഒരു എക്സ്പെൻസും വരുന്നു എന്ന് വെക്കുക. അപ്പൊ അതിന്റെ ഇപ്പൊ നമുക്കിപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പോ ഒരു എന്താ പറയാ, ഒരു റെപ്രസെന്റേറ്റീവ്സ് സാധനങ്ങൾ വിൽക്കുവാണ്. അപ്പൊ അവർക്ക് ഒരു ഡിസംബറിലേക്ക് ഒരു ടാർഗറ്റ് ഉണ്ട്, ഇത്ര അച്ചീവ് ചെയ്യണമെന്ന്. പക്ഷെ അത്രയും അച്ചീവ് ചെയ്യുമ്പോൾ അതിനുള്ള കമ്മീഷൻ അവർക്ക് കൊടുക്കുന്നത് അടുത്ത മാസമാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം ജനുവരിയിലാണ് അവർക്ക് അതിന്റെ കമ്മീഷൻ തരുന്നത്. പക്ഷേ ഈ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ എന്ത് ചെയ്യും, ഈ ഡിസംബറിൽ ആണ് എന്ത് ചെയ്യുന്നത്, വരവ് വരുന്നത് അല്ലെ. അതായത് അത് വിറ്റു കാശ് വരുന്നത്. അപ്പോൾ അതിന്റെ ചെലവായിട്ട് പോകുന്ന ആ കമ്മീഷൻ വരുന്നത് ശരിക്കും ഇൻകം സ്റ്റേറ്റ്മെന്റിൽ ജനുവരിയിലാണ്. പക്ഷേ എന്ത് ചെയ്യണം, ഈ ഡിസംബറിൽ തന്നെ എന്ത് ചെയ്യണം, ആ എക്സ്പെൻസും കൂടി ഇൻക്ലൂഡ് ചെയ്യണം. അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്, മാച്ചിങ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് സെയിം പീരീഡിൽ തന്നെ അതിന്റെ ഇൻകവും എക്സ്പെൻസും ആ സെയിം പീരീഡിൽ തന്നെ നോട്ട് ചെയ്യുന്നതിനെയാണ്, ഇൻക്ലൂഡ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, മാച്ചിങ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഓപ്ഷൻ ഡി, കൺസർവേറ്റിസം കൺസെപ്റ്റ്. കൺസർവേറ്റിസം കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടൻസിയിൽ ഏറ്റവും എന്താ പറയുക, കോഷ്യസ് ആയിട്ട് വേണം എല്ലാ എൻട്രിയും ചെയ്യാൻ എന്നുള്ള രീതിക്ക് പറയുന്നതാണ് കൺസർവേറ്റിസം കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ നോക്കാം. When a given event affects both the revenue and expenses, the effect on each should be regarded in the same period. Okay, so that is a part of what option C, that is matching concept. Okay, അപ്പോൾ അതാണ് പറയുന്നത്. ഇപ്പോൾ നമുക്കൊരു മാനുഫാക്ചറിങ് നടത്തണമെങ്കിൽ പോലും എന്ത് ചെയ്യണം, സാധനങ്ങൾ വാങ്ങിച്ച് അത് പ്രൊഡ്യൂസ് ചെയ്ത് അത് സെയിൽ ചെയ്യാനുള്ള ചെലവ് എല്ലാം എത്തിക്കഴിഞ്ഞിട്ടേ എന്ത് ചെയ്യത്തുള്ളൂ, അതിൽ നിന്ന് വരുമാനം വരത്തുള്ളൂ. പക്ഷേ ഇത് രണ്ടും എന്ത് ചെയ്യണം, സെയിം പീരീഡിൽ തന്നെ നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ that is what a matching concept. Okay, ഇനി നെക്സ്റ്റ് വരുന്നത് 80. The salary of a staff is entered in which among the following account? Option A, real account. Option B, nominal account. Option C, personal account. And option D, none of the above. സാലറി ആണ്
അപ്പോൾ നമുക്ക് അക്കൗണ്ട്സ് നമുക്ക് മെയിൻലി മൂന്നാണ് അല്ലെ, റിയൽ അക്കൗണ്ടും നോമിനൽ അക്കൗണ്ടും പേഴ്സണൽ അക്കൗണ്ടും. റിയൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ അസറ്റ് ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് റിയൽ അക്കൗണ്ട്. അതായത് ഇപ്പോൾ ഒരു ഫർണിച്ചർ വാങ്ങിക്കുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് റിയൽ അക്കൗണ്ട് ആണ്. ഇനി നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു ഫേമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ എക്സ്പെൻസും എല്ലാ ഇൻകവും അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് നോമിനൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് പേഴ്സണൽ അക്കൗണ്ട്. സോ അപ്പോൾ സാലറി എന്ന് പറയുന്നത് എന്താണ്, ഒരു എക്സ്പെൻസ് ആണ്. സോ ഇറ്റ് കംസ് അണ്ടർ വാട്ട്, ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് നോമിനൽ അക്കൗണ്ട്. നെക്സ്റ്റ്, which among the following is not a primary source of information? Option A, patent. Option B, manufacturer's data sheet. Option C, textbook. And option D, scientific journals publishing original research. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു നോട്ട് എ പ്രൈമറി സോഴ്സ് ആണ് അല്ലെ, നോട്ട് എ പ്രൈമറി സോഴ്സ് ആണ്. അപ്പോൾ റിസർച്ച് ഒറിജിനൽ പേപ്പർ അല്ലാത്തത് ഏതാണോ അതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക അല്ലെ. അപ്പോൾ പേറ്റന്റ് ആയിരുന്നാലും മാനുഫാക്ചറിന്റെ ഡേറ്റ ഷീറ്റ് ആയിരുന്നാലും പിന്നെ റിസർച്ച് പേപ്പർ ആയിരുന്നാലും എല്ലാം തന്നെ എന്താണ് വരുന്നത്, പ്രൈമറി സോഴ്സിൽ വരുന്നത്. പക്ഷെ അതേസമയം ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഏതിലാ വരിക, നമുക്ക് സെക്കൻഡറി ആവാം ടെർഷറി ആവാം ടെക്സ്റ്റ് ബുക്ക് അല്ലെ. സോ അപ്പോൾ നമ്മൾ ഓൾറെഡി അത് പഠിച്ച കേസാണ്. സോ വി ഹാവ് ദ ആൻസർ വാട്ട്, ഓപ്ഷൻ സി, ടെക്സ്റ്റ് ബുക്ക്. Next question, 82 inventory control method ABC analysis is based on which principle? Option A, Pareto's principle. Option B, principle of supply and demand. Option C, principle of scarcity. And option D, marginal analysis. അപ്പോൾ ഇവിടെ എ ബി സി അനാലിസിസ് നമുക്ക് ഇൻവെന്ററി ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എ ബി സി അനാലിസിസിന്റെ എന്തിന്റെ പ്രിൻസിപ്പിൾ ആണ് ഫോളോ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ അപ്പോൾ പാരറ്റോസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഈ ഇൻവെന്ററി മാത്രമല്ല, അത് പൊതുവേ ഉള്ള ഒരു പ്രിൻസിപ്പിൾ ആണ് പാരറ്റോസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതായത് 80-20 റൂൾ എന്ന് പറയും. 80-20 റൂൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കിപ്പോ ഒരു ബിസിനസ് ഫേം ഉണ്ടെന്ന് വെക്കാം. അപ്പൊ ഈ ബിസിനസ് ഫേമിൽ ജോലി ചെയ്യുന്ന എല്ലാവരും ഒരുപോലെ വർക്ക് എടുത്തിട്ടായിരിക്കുമോ ആ കമ്പനി നഷ്ടത്തിൽ ലാഭത്തിൽ പോകുന്നത്? ആയിരിക്കത്തില്ല അല്ലെ. കാരണം ഒരു പ്രൊഡക്റ്റ് ആയിരുന്നാലും ഒരു കമ്പനി ആയിരുന്നാലും ഒക്കെ നല്ല രീതിയിൽ എത്തണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വളരെ കുറച്ച് ആൾക്കാർ ഉണ്ടാവും അല്ലെ. അവരുടെ അധ്വാനമാണ് ആ കമ്പനി ആ നിലയിലെത്തുന്നത് അല്ലെ. ഒരുപാട് പേരുണ്ടാവും, പക്ഷെ എല്ലാവരും ഒരുപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വളരെ ചെറിയൊരു ഭാഗം, ദാറ്റ് ഇസ് 80-20 റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 80% ഓഫ് ദ റിസൾട്ട് വരുന്നതും ഈ 20% നിന്നിട്ടായിരിക്കും. ഓക്കെ, അതാണ് പാരറ്റോസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ABC അനാലിസിസിൽ നമ്മൾ പഠിക്കുന്നതാണ് എന്ത്, മെയിൻ ആയിട്ട് വില കൂടിയ ഐറ്റംസ് ഉണ്ട് അല്ലെ. വില കൂടിയ ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റംസ് എത്രേ വരത്തുള്ളൂ, ഇൻവെന്ററിയുടെ ജസ്റ്റ് 20% ഒക്കെ വരത്തുള്ളൂ അല്ലെ. പക്ഷേ അവരാണ് എന്ത് ചെയ്യുന്നത്, മോസ്റ്റ്ലി ആ ലാഭം കൊണ്ടുവരുന്നത് അല്ലെ. സോ അപ്പോൾ അതാണ് നമുക്ക് എന്ത് വരുന്നത്, പാരറ്റോസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, 80-20 റൂൾ. ഓക്കെ, സോ വി ഹാവ് ദ ആൻസർ ഓപ്ഷൻ എ, പാരറ്റോസ് പ്രിൻസിപ്പിൾ. Next, 83, identify factors influencing the selection of a drugs in a hospital formulary. 1 efficacy, 2 safety, 3 cost and 4 restricted use. Options വരുന്നത് all of the above, 1 and 3 only correct. Option C, 1, 2 and 3 only correct. Option D, 1 and 4 only correct. Okay, ഇതൊരു assertion type question ആണ്. സോ അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സെലക്ഷൻ ഓഫ് ഡ്രഗ്സിന്റെ ഹോസ്പിറ്റൽ ഫോർമുലറി ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യമാണ്. അപ്പൊ നമുക്ക് ഹോസ്പിറ്റൽ ഫോർമുലറിയിൽ ഡ്രഗ്സിനെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഫിക്കസി നോക്കും, സേഫ്റ്റി നോക്കും, കോസ്റ്റ് നോക്കും, റെസ്ട്രിക്റ്റഡ് യൂസ് ആണോ അല്ലയോ, ഇതെല്ലാ ഫാക്ടേഴ്സും നോക്കിയിട്ട് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഇതെല്ലാ ഫാക്ടേഴ്സും ഈ ഹോസ്പിറ്റൽ ഫോർമുലറിയിലേക്ക് ഡ്രഗ്സിനെ ഇൻക്ലൂഡ് ചെയ്യുന്നതിന് എഫക്ട് ചെയ്യുന്നതാണ് അല്ലെ. സോ that's a logic question and so we have the answer what, option A, all of the above. ഇനി 84, average time duration between placing the order and receipt of item is known as. Option A, incubation period. Option C, B, usance period. And option C, shelf life. And option D, lead time. So അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്, ടൈം ബിറ്റ്വീൻ പ്ലേസിംഗ് ആൻ ഓർഡർ ആസ് വെൽ ആസ് വാട്ട് റിസീവിംഗ് ആൻ ഐറ്റം. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലെ. ടൈം ലാപ്സ് ബിറ്റ്വീൻ വാട്ട് ഓർഡർ പ്ലേസ്മെന്റ് ആസ് വെൽ ആസ് വാട്ട് റിസീവിംഗ് ദ ഓർഡർ ഇസ് കോൾഡ് ആസ് വാട്ട് ലീഡ് ടൈം അല്ലെ. നമ്മൾ ഓൾറെഡി പഠിച്ചു. So we have the answer option D, that is lead time. Next question, surgical instrument with long handles and angulated blades not having ratchet and is used for picking sterile instruments and swab at the time of surgery. Option A, sponge holding forceps. Option B, Cheetle's forceps. Option C, hemostatic forceps. And option D, Alice forceps. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ കേസാണ്. ഓക്കെ, സോ അപ്പോൾ സ്റ്റെറൈൽ ഇൻസ്ട്രുമെന്റ്സിനെ പിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് നോ റാഷെ. നോ റാഷെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ആ ഒരു പല്ല് പോലുള്ള സാധനം ഇല്ല. അപ്പോൾ
ഇതാണ് നമുക്ക് അവിടെ മെയിൻ ആയിട്ട് വരുന്നത്. സോ സ്റ്റെറൈൽ ഇൻസ്ട്രുമെന്റ്സ് ആസ് വെൽ ആസ് വാട്ട് സ്വാബ് അറ്റ് ദ ടൈം ഓഫ് സർജറി അത് ഹോൾഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഏത് ഈ ചീറ്റിൽ ഫോർസെപ്സ്. ഓക്കെ, സോ അപ്പോൾ ചീറ്റിൽ ഫോർസെപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോ വി ഹാവ് ദ ആൻസർ ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് ചീറ്റിൽ ഫോർസെപ്സ്. Next question, all inpatient drugs are dispensed in unit doses and all the drugs are stored in main pharmacy and dispensed at the time the dose is to be given to the patient. This system is known as option A, decentralized unit dose drug distribution system, option B, complete flow stock system, option C, centralized UDDS, and option D, non-charge flow stock system. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. യൂണിറ്റ് ഡോസിലാണ് ഡിസ്പെൻസ് ചെയ്യുന്നത്. എവിടെയാണ് ഡ്രഗ്സ് ഡിസ്പെൻസ് ചെയ്ത് പോകാനായിട്ട് എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? ഫാർമസിയിൽ നിന്നാണ് വരുന്നത്. സോ വി ഹാവ് വട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചു, എന്താണ് CUDD അല്ലെ. നമ്മൾ ഇത് ഡിസ്റ്റിങ്വിഷ് ചെയ്ത് തന്നെ പഠിച്ചതാണ്. സെൻട്രൽ ഏരിയയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്? നഴ്സിംഗ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. യൂണിറ്റ് ഡോസ് സിസ്റ്റം ആണെങ്കിൽ. സോ മറ്റേതാണെങ്കിൽ സാറ്റലൈറ്റ് ഫാർമസി ആണ്. സോ വി ഹാവ് ദ ആൻസർ ഓപ്ഷൻ C, centralized unit dose drug distribution system. Next question, the most vital committee in a hospital which is having both advisory and educational role, committee in a hospital. Okay, so option A, pharmacy and therapeutic committee, option B, infection control committee, option C, antibiotic stewardship committee, and option D, hospital development committee. PTC ആണല്ലേ. PTC ആണ് ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യുന്നത്? അഡ്വൈസറി റോളും എഡ്യൂക്കേഷണൽ റോളും ഉള്ള കമ്മിറ്റി അല്ലേ. Next, clean room area, an atmosphere free from small particles of size less than 0.5 mm is given a distinct color code. Option B, white ആണ് വരുന്നത്. ഓക്കെ, സോ അപ്പോൾ ഫ്രീ ഫ്രം 0.5 mm സൈസിൽ നിന്നും ഫ്രീ ആയിട്ടുള്ള ക്ലീൻ റൂം ഏരിയയുടെ കളർ എന്ന് പറഞ്ഞ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വൈറ്റ് ആണ്. ഓക്കെ, next, the day-to-day assessment of all operations from receipt of raw materials to the distribution of finished products with analysis and testing of finished product. Okay, so അപ്പോൾ നമുക്കറിയാം ഓപ്ഷൻ എ ക്വാളിറ്റി അഷ്വറൻസ്, ഓപ്ഷൻ ബി സ്റ്റെറിലിറ്റി ടെസ്റ്റിംഗ്, ഓപ്ഷൻ സി ക്വാളിറ്റി കൺട്രോൾ ആൻഡ് ഓപ്ഷൻ ഡി ഇൻവെന്ററി കൺട്രോൾ. അപ്പോൾ ഇത് ഒരു ബേസിക് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമുക്ക് എന്ത് ചെയ്യണം? ഡേ ടു ഡേ അസസ്മെന്റിന് വേണ്ടിയിട്ട്, അതായത് ആ ഒരു മാനുഫാക്ചറിങ് നടക്കുമ്പോൾ ആ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി അഷ്യൂർ മീൻസ് ആ ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇവിടെ പറഞ്ഞേക്കുന്നത് അല്ലേ. ഓൾ ഓപ്പറേഷൻസ് ഫ്രം ദ റിസീപ്റ്റ് ഓഫ് raw materials to the distribution of finished products with analysis and testing of finished product. ഓക്കെ, അപ്പൊ ആ പ്രൊഡക്റ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വരുന്ന ടെസ്റ്റിംഗ് എല്ലാം തന്നെ നമുക്ക് ഏത് സെക്ഷൻ ആണ് വരുന്നത്? ക്വാളിറ്റി കൺട്രോൾ ആണ് അല്ലെ. നമ്മൾ ഡിഫറെന്റ് ഫോർമുലേഷൻസ് നമ്മൾ പഠിക്കുമ്പോഴും നമ്മൾ പറയുന്നുണ്ട് ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റുകൾ എന്നല്ലേ. അപ്പൊ എന്താണ് ആ പ്രൊഡക്റ്റിനെ ചെക്ക് ചെയ്യുന്ന ടെസ്റ്റുകൾ അല്ലെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓപ്ഷൻ സി ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ചിലർക്ക് ഇങ്ങനെ കൺഫ്യൂഷൻ വരുന്നത് എന്താണ് ക്വാളിറ്റി അഷ്വറൻസ് എന്നായിരിക്കും. ക്വാളിറ്റി അഷ്വറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കിപ്പോ ഒരു സാധനം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ കോമൺ ആയിട്ട് അതിനൊരു പ്രൊസീജിയർ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ ആ ഒരു പ്രൊസീജിയർ വഴിയാണ് അത് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഇപ്പൊ SOPs ഒക്കെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ടാവും. സോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നതാണ് എന്ത്? ക്വാളിറ്റി അഷ്വറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രൊസീജിയറുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് അല്ലെങ്കിൽ പ്രോസസിംഗുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് ക്വാളിറ്റി അഷ്വറൻസും, അതേപോലെ തന്നെ പ്രൊഡക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് ക്വാളിറ്റി കൺട്രോളും. ഓക്കെ, സോ വി ഹാവ് ദ ആൻസർ ഓപ്ഷൻ സി. ഇനി 90 bandage which is a union fabric with more than 60% wool content with warp cotton and weft wool. Okay, with the warp cotton and weft wool. അപ്പോൾ ഇത് ഓപ്ഷൻ എ ക്രീപ്പ് ബാൻഡേജ്, ഓപ്ഷൻ ബി കാലിക്കോ ബാൻഡേജ്, ഓപ്ഷൻ സി കാംബ്രിക് ബാൻഡേജ് ആൻഡ് ഓപ്ഷൻ ഡി ഡൊമറ്റ് ബാൻഡേജ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഫാബ്രിക്, അതിൽ യൂസ് ചെയ്യുന്ന ഫാബ്രിക്കിന്റെ ബേസിസിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ അപ്പോൾ ബാൻഡേജസിനെ നമ്മൾ കോട്ടൺ ബാൻഡേജ് ആണോ, വൂൾ ബാൻഡേജ് ആണോ, സിൽക്ക് ബാൻഡേജ് ആണോ എന്നുള്ള ബേസിസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം ബാൻഡേജിനെ. അപ്പോൾ അതിൽ നമുക്ക് വന്ന ഓപ്ഷനിൽ കാലിക്കോ ബാൻഡേജും പിന്നെ അതുപോലെ തന്നെ കാംബ്രിക് ബാൻഡേജും എന്നൊക്കെ പറയുന്നത് കോട്ടൺ ബാൻഡേജസ് ആണ്. അതെല്ലാം കോട്ടൺ ബാൻഡേജസ് ആണ്. അപ്പൊ പിന്നെ നമുക്കുള്ളൊരു ഓപ്ഷൻ, അപ്പോൾ കാംബ്രിക് ബാൻഡേജും പോയി, കാലിക്കോ ബാൻഡേജും പോയി. ഇനി നമുക്കുള്ളത് എന്താണ്? ക്രീപ്പ് ബാൻഡേജും ഡൊമറ്റ് ബാൻഡേജും ആണ് ഉള്ളത്. അപ്പോൾ ഊൾ കണ്ടന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന രണ്ടെണ്ണമാണ് ഡൊമറ്റ് ബാൻഡേജും ക്രീപ്പ് ബാൻഡേജും. അപ്പൊ അതിനും കൂടിയിട്ട് ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ടാണ് സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ വരുന്നത്. അതായത് കോട്ടൺ വാർപ്പും വെഫ്റ്റ് ഊളും,
കോട്ടൺ വാർപ്പും വെഫ്റ്റ് ഊളും. അതെന്താ സംഭവം? നമുക്ക് ഈ ബാൻഡേജ് എടുക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ത്രെഡ്സ് ഇങ്ങനെ പോകുന്നതാണ്. പെർപെൻഡിക്കുലർ ആയിട്ടും ഹൊറിസോണ്ടൽ ആയിട്ടും ത്രെഡ് ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ നമുക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്നതിന് അല്ലെങ്കിൽ ഇങ്ങനെ വെർട്ടിക്കുലർ ആയിട്ട് വരുന്നതിനെയാണ് വാർപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് പോകുന്നതിനെയാണ് വെഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വാർപ്പ്, ഇങ്ങനെ പോകുന്ന ത്രെഡിനെ വെഫ്റ്റ് എന്ന് പറയും. അപ്പോ അതിൽ തന്നെ നമുക്ക് കോട്ടൺ ത്രെഡ് വാർപ്പും ഊൾ ത്രെഡ് ഊള് വെഫ്റ്റും വരുന്നതാണ് എന്ത്? ഡൊമറ്റ് ബാൻഡേജ്. ഓക്കെ, അപ്പൊ വാർപ്പ് എന്താണ്? കോട്ടൺ ആണ്. ഊൾ ത്രെഡ് ആണ് എന്ത് വരുന്നത്? വെഫ്റ്റ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡൊമറ്റ് ബാൻഡേജ് എന്ന് പറയുന്നത്. ഡൊമറ്റ് ബാൻഡേജ്. ഇനി ക്രീപ്പ് ബാൻഡേജ് ആവുമ്പോ എന്താ വരിക? അതിന്റെ വാർപ്പ് എന്ന് പറയുന്നത് ഊളും കോട്ടനും കൂടി കമ്പൈൻഡ് ആയിട്ട് വരും. വെഫ്റ്റ് എന്ന് പറയുന്നത് കോട്ടൺ മാത്രം വരും. ഓക്കെ, സോ അപ്പോ വെഫ്റ്റ് കോട്ടനും ഇവിടെ നമുക്ക് നേരെ തിരിച്ചാണ്, ഊളാണ് വെഫ്റ്റിൽ വരുന്നത്. ഓക്കെ, സോ അപ്പൊ ആ ഒരു ഡിഫറൻസിലാണ് നമുക്ക് ഇവിടെ ചോദ്യം വന്നത്. അപ്പോ ഇവിടെ ഡൊമറ്റ് ബാൻഡേജ് ആണ് എന്ത് വരുന്നത്? വാർപ്പ് കോട്ടനും ഊൾ വെഫ്റ്റും. അത് തന്നെയല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ? വാർപ്പ് കോട്ടനും ഊൾ വെഫ്റ്റും എന്ന് പറയുന്നത് എന്താണ്? ഊൾ വെഫ്റ്റും എന്ന് പറയുന്നത് ഡൊമറ്റ് ബാൻഡേജ് ആണ്. ഓക്കെ, സോ അപ്പോ അങ്ങനെയാണ് ഈ ബാൻഡേജിന്റെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ബാൻഡേജ് 60% ഊൾ കണ്ടന്റ് ഉണ്ട്, അതേപോലെ തന്നെ വാർപ്പ് കോട്ടൺ ആസ് വെൽ ആസ് വാട്ട്? വെഫ്റ്റ് ഊൾ. ഓക്കെ, സോ വി ഹാവ് ദ ആൻസർ ഓപ്ഷൻ ഡി, ദാറ്റ് ഇസ് ഡൊമറ്റ് ബാൻഡേജ്. Next question, glucose 6-phosphate dehydrogenase enzyme deficient persons are at a risk of developing hemolytic crisis with which of the following drug group? Option A sulfonamide, option B barbiturate, option C succinylcholine and option D corticosteroid. വളരെ സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. G6PD ഡെഫിഷ്യന്റ് ആയിട്ടുള്ള പീപ്പിളുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് ഹീമോലൈറ്റിക് ഡിസീസ് ഉണ്ടാക്കുന്നത് ആരൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ അതിൽ നമുക്കുണ്ട് ഓപ്ഷൻ എ, ദാറ്റ് ഇസ് സൾഫോണമൈഡ്സ്. Next question, in rheumatoid arthritis, hypertrophy of the synovium due to sustained inflammation leads to the formation of a structure which spread over the joint surface, causing erosive destruction of a cartilage and bone. Option A spur, option B Levy bodies, option C pannus and option D condyle. Okay, അപ്പോൾ ഇവിടെ നമുക്ക് rheumatoid arthritis നമുക്കറിയാം ഇൻഫ്ലമേഷൻ ആണ്. അപ്പൊ എന്ത് ചെയ്യും? ഈ ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഈ സിനോവിയൽ ടിഷ്യൂവിന് പറയുന്ന പേരാണ് എന്ത്? pannus. Okay, so we have the answer option C, that is pannus. Next question, slow acetylators are at increased risk of developing which ADR? Option A type A, option B type B, option C type C and option D type D. അപ്പോൾ നമുക്കറിയാം മെയിൻലി നമ്മുടെ INHന്റെ കേസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സ്ലോ അസറ്റൈലേറ്റേഴ്സും ഫാസ്റ്റ് അസറ്റൈലേറ്റേഴ്സും പഠിക്കുന്നത് അല്ലെ. അപ്പോൾ പക്ഷേ അവിടെ നമുക്ക് സ്ലോ അസറ്റൈലേറ്റേഴ്സും ഫാസ്റ്റ് അസറ്റൈലേറ്റേഴ്സും പഠിക്കുമ്പോൾ നമുക്കിവിടെ ടൈപ്പ് എയും ടൈപ്പ് ബിയും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ വെച്ചിട്ട് നമുക്കൊന്ന് പറയാം. അപ്പോൾ സ്ലോ ഈ INH എടുക്കുമ്പോൾ പേഷ്യന്റിന് പെരിഫറൽ ന്യൂറോപ്പതി വരുന്നു എന്നുണ്ടെങ്കിൽ എന്താണ്? അവർ സ്ലോ അസറ്റൈലേറ്റേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? വളരെ പതുക്കെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? പിന്നെ ഡ്രഗിന്റെ മെറ്റബോളിസം നടക്കുന്നുള്ളൂ അല്ലെ. അപ്പൊ അത് കാരണം പേഷ്യന്റിന് പെരിഫറൽ ന്യൂറോപ്പതി ഒക്കെ വരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡോസ് കുറയ്ക്കാം അല്ലെ. പക്ഷെ ഒരിക്കലും ആ INH കൊടുക്കണ്ട എന്ന് എത്തുന്നില്ല. ഓക്കെ, സോ വി ഹാവ് ദ ആൻസർ ഓപ്ഷൻ എ, ദാറ്റ് ഇസ് ടൈപ്പ് എ ADR. ഓക്കെ, കാരണം എന്താണ്? ടൈപ്പ് എ എന്ന് പറയുന്നതാണ് ഡോസ് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള റിയാക്ഷൻ അല്ലെ. ഡോസ് ഡിപ്പെൻഡന്റ് ആണ്, അതിനെ നമുക്ക് ഡോസ് അഡ്ജസ്റ്റ് ചെയ്ത് മാനേജ് ചെയ്യാം. ടൈപ്പ് ബി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് പെക്യൂലിയർ ടു ദാറ്റ് പേഷ്യന്റ്. പക്ഷെ അതിനോടൊപ്പം തന്നെ മറ്റൊരു കണ്ടീഷൻ എന്താണ്? ഇപ്പൊ അനാഫിലാക്സിസ് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ആ പേഷ്യന്റിന് ആ ഡ്രഗ് കൊടുക്കാനേ പാടില്ല എന്നാണ് അല്ലെ. കാരണം ഇറ്റ് റിക്വയർസ് വാട്ട്? ഡ്രഗ് വിഡ്രോയൽ എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഡോസ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാം. സോ വി ഹാവ് ദ ആൻസർ ഓപ്ഷൻ എ, ദാറ്റ് ഇസ് ടൈപ്പ് എ ADR. Next question, which of the following is not an ingredient of universal antidote? Option A tannic acid, option B activated charcoal, option C penicillamine and option D magnesium oxide. So ഇവിടെ ചോദിച്ചിരിക്കുന്നത് not an ingredient of universal antidote ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ universal antidoteൽ വരുന്നതാണ് ചാർക്കോളും മെഗ്നീഷ്യം ഓക്സൈഡും ടാനിക് ആസിഡും. So we have the answer option C penicillamine. Next question, in disease conditions high ESR value is observed than normal. Why? Option A increased glucose level in blood, option B increased protein level in blood, option C decreased WBC count and option D decreased glucose level in blood.
അപ്പോൾ നമുക്ക് അറിയാം ഒരു ഇൻഫ്ലമേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ബ്ലഡിൽ എന്ത് ചെയ്യുന്നത് ESRന്റെ വാല്യൂ കൂടുന്നത് അല്ലെ. അപ്പൊ ESR ഡിറ്റർമിൻ ചെയ്യുന്നതൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. എങ്ങനെയാണ്? പെട്ടെന്ന് തന്നെ RBCs സെറ്റിൽ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് അത് ഉണ്ടാവുന്നത്? ബിക്കോസ് നമ്മുടെ ബ്ലഡിലുള്ള പ്രോട്ടീന്റെ എമൗണ്ട് കൂടുതലായിരിക്കും. ദാറ്റ് ഈസ് ഫൈബ്രിനോജനോ ഗ്ലോബുലിനോ ഒക്കെ കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇങ്ങനെ RBCs പെട്ടെന്ന് സെറ്റിൽ ചെയ്യുന്നത്. സോ വി ഹാവ് ദ ആൻസർ ഓപ്ഷൻ ബി, ഇൻക്രീസ്ഡ് പ്രോട്ടീൻ ലെവൽ ഇൻ ബ്ലഡ്. 96. The causative organism of a peptic ulcer. Option A, Treponema pallidum. Option B, Helicobacter pylori. Option C, Yersinia pestis. And option D, W. bancrofti. So, appo peptic ulcerന്റെ causative organism ഏതാണ്? Helicobacter pylori അഥവാ H. pylori. So, we have the answer option B, Helicobacter pylori. Next question, fecal oral route is the mode of transmission of option A, hepatitis C, option B, hepatitis C, option D, hepatitis D, and option D, hepatitis B. So, അപ്പോൾ നമ്മുടെ ആ ചാർട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് എഴുതാൻ പറ്റുന്നതാണ് അല്ലെ. ഫീക്കൽ ഓറൽ റൂട്ട് ട്രാൻസ്മിഷൻ, എന്തിന്റെ ട്രാൻസ്മിഷനിൽ ആ ഫീക്കൽ ഓറൽ റൂട്ട് നമ്മൾ പഠിച്ചത്? ഹെപ്പറ്റൈറ്റിസ് എയിലും ഹെപ്പറ്റൈറ്റിസ് ഇയിലും ആണ് നമ്മൾ പഠിച്ചത് അല്ലെ. അപ്പൊ ഇവിടെ ഓപ്ഷനിൽ ആരില്ല? ഹെപ്പറ്റൈറ്റിസ് എ ഇല്ല. സോ വി ഹാവ് ദ ആൻസർ ഓപ്ഷൻ എ, ഹെപ്പറ്റൈറ്റിസ് ഇ. Next question, ingestion of alcohol along with the use of sulfonylureas can cause option A, hyperglycemia, option B, weight gain, option C, hypoglycemia, and option D, lactic acidosis. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. ആൽക്കഹോളും സൾഫോണിൽ യൂറിയയും കൂടി ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യും? ഇറ്റ് വിൽ precipitate what? Hypoglycemia. So we have the answer option C, hypoglycemia. The next question, identify the drug which can induce hypertension in susceptible individuals. Option A, metformin, option B, cyclosporin, option C, hydrochloric acid, and option D, sodium valproate. Okay, so അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി, cyclosporin ആണ്. ഇമ്യൂണോസപ്രസന്റ് ഡ്രഗ് ആണ് cyclosporin. That will induce what? ബ്ലഡ് വെസൽസിലെ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യും cyclosporin. Okay. Then next, last question. A patient receiving ACE inhibitor and potassium sparing diuretic is at risk of developing option A, hypokalemia, option B, bradycardia, option C, hypernatremia, and option D, hyperkalemia. എത്രയോ പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുകയും പഠിക്കുകയും ചെയ്ത ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പൊ എത്രയോ പ്രാവശ്യം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ACE ഇൻഹിബിറ്ററും പൊട്ടാസ്യം സ്പെയറിംഗ് ഡയോറിറ്റിക്കും കൂടി കമ്പൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും? പൊട്ടാസ്യത്തിന്റെ ലെവൽ കൂടും. ദാറ്റ് ഈസ് ഹൈപ്പർ കലീമിയ. സോ വി ഹാവ് ദ ആൻസർ ഓപ്ഷൻ ഡി, ഹൈപ്പർ കലീമിയ. ഓക്കെ.